ഹലോ ബച്ചോ, ഹായ്, നമസ്തേ. ഹിന്ദി റവല്യൂഷൻ എന്താണെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹിന്ദി റവല്യൂഷൻ, ഹിന്ദിയിൽ ഒരു വിപ്ലവം കൊണ്ടുവരിക എന്ന രീതിയിൽ തന്നെയാണ് ഓണം എക്സാമിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എഡ്യൂപോർട്ടിൽ എക്സ്ക്ലൂസീവായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ഓക്കെ, ആ സമയത്ത് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു ഹിന്ദി റവല്യൂഷൻ ഇന്ന് നിങ്ങൾക്ക് ഇപ്പോഴും വളരെ ചെറിയൊരു റേറ്റിൽ അവൈലബിൾ ആണ്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹിന്ദി റവല്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം 24 സെഷനിലോളം കൊണ്ടുവരുന്ന, ഇപ്പോൾ ഏകദേശം 22 ലെവലിലായിട്ട് 22 സെഷനിലേക്ക് അത് കൺവേർട്ട് ചെയ്തിട്ട് എന്തായിരുന്നു 22 സെഷൻ അടങ്ങുന്ന വളരെ ബേസിക് തുടങ്ങിയിട്ട് നിങ്ങളുടെ ലെവൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് ഹിന്ദിയിൽ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു വേണ്ടിയിട്ട് തന്നെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിലെ സെഷൻസ് ഇപ്പോഴും ആപ്പിൽ അവൈലബിൾ ആണ്. ഒരുപാട് കുട്ടികൾ നല്ല നല്ല ഫീഡ്ബാക്സ് വന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ബൂസ്റ്റർ ബാച്ചിലും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദി റവല്യൂഷൻ എന്ന് പറയുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹിന്ദി റവല്യൂഷൻ എന്ന് ഇത്ര മാത്രമേ ഉള്ളൂ. ഹിന്ദിയിൽ വളരെ ബേസിക് നിന്ന് തുടങ്ങിയിട്ട് നിങ്ങൾ ഇന്റർമീഡിയറ്റ് ആണ്, ഹിന്ദിയിൽ ഏകദേശം അറിയാം. പക്ഷേ സ്റ്റിൽ ഹിന്ദി ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഹിന്ദിയിൽ ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു പ്രോ ലെവലിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണം, സെന്റൻസ് ഫ്രെയിമിംഗ് മനസ്സിലാവണം, എല്ലാ കാര്യങ്ങളും എനിക്ക് ഹിന്ദിയിൽ അക്വയർ ചെയ്യണം, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം. അതുപോലെ എന്താണ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാം, ഒന്ന് ലിവറേജ് ചെയ്യാം, നിങ്ങൾ സെൽഫായിട്ട് ഹിന്ദിയിൽ ഒന്ന് ലിവറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തന്നെയാണ് ഹിന്ദി റവല്യൂഷൻ എന്ന് പറയുന്നത്. ഏകദേശം 22 സെഷൻ അടങ്ങുന്നത് വളരെ ബേസിക് ആയിട്ട് എഴുതാൻ മുതൽ വെരി അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കുക എന്നതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഹിന്ദി റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അതിന്റെ ലൈവ് സെഷൻസ് ആയിട്ടായിരുന്നു മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലൈവ് സെഷൻസ് ആയിട്ടുള്ളതിന്റെ റെക്കോർഡഡ് സെഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കൊണ്ട് ഈ ഒരു ഓണം എക്സാമിൽ, ക്രിസ്മസ് എക്സാമിൽ പോലും പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൊല്ലപ്പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഹിന്ദി റവല്യൂഷൻ സെഷൻസ് ഇപ്പോഴും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഈ ഒരു സെഷൻസ് കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ ജസ്റ്റ് നിങ്ങൾ എന്താ ചെയ്താൽ മാത്രം മതി, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ പേര്, ക്ലാസ്, അതുപോലെ തന്നെ ഫോൺ നമ്പർ ഹിന്ദി റവല്യൂഷൻ എന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മാത്രം മതി. നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾ പാരൻസിനോടൊക്കെ ചോദിച്ചിട്ട്, നിങ്ങൾ പാരൻസിനോടൊക്കെ അന്വേഷിച്ച് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ലോട്ടറി അടിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് ഒരുപാട് ചോദിച്ചാൽ അതിന് ഉത്തരം ഇത്ര മാത്രമേ ലോട്ടറി എടുക്കണം എന്നാണ് പറയാറ്. അതുപോലെ തന്നെ ഒന്ന് നിങ്ങളുടെ ലെക്ക് ഒന്ന് ട്രൈ ചെയ്യാം, എന്ത് ജസ്റ്റ് ചെയ്യാം. ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ എഡ്യൂപോർട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ക്രിസ്മസോടനുബന്ധിച്ചിട്ട്. സോ നിങ്ങളുടെ പാരൻസോടായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എൻക്വയറി നടത്താം. പാരൻസുമായിട്ട് നമ്മുടെ മെന്റേഴ്സുമായിട്ട് ഒന്ന് സംസാരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, എന്നിട്ട് മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രം മതി. സോ ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഹിന്ദി റവല്യൂഷൻ എന്ന് പറയുന്നത് ഹിന്ദി നിങ്ങൾക്ക് ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു എഡ്യൂപോർട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോഴും അത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നു എനിക്ക് ഹിന്ദിയിൽ നല്ല മാർക്ക് വാങ്ങണം, എനിക്ക് ഹിന്ദിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഹിന്ദി റവല്യൂഷൻ ഉള്ളത്. സോ ബച്ചോ, ഹം റെഡി ഹേ, നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് റെഡിയാണ്. സോ നമുക്ക് നല്ല രീതിയിൽ ഹിന്ദിയിൽ മാർക്ക് വാങ്ങി മുന്നോട്ട് പോകാം. സോ ബച്ചോ, ധന്യവാദ്, താങ്ക് യു ആൻഡ് ജയ് ഹിന്ദ്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ഇടുക, അതുപോലെ കമന്റ് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക. അതുപോലെ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ബച്ചോ, ധന്യവാദ്, താങ്ക് യു.